നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ വിവാഹ വാർത്ത തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെലുങ്കിലെ സൂപ്പർ താരമായിട്ടുള്ള വിജയ് ദേവരകൊണ്ടയും അതുപോലെ തന്നെ തെലുങ്കിലെ മറ്റൊരു സൂപ്പർ താരം ആയിട്ടുള്ള രശ്മിക മന്ദാനയും തമ്മിലുള്ള വിവാഹം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു അവർ തമ്മിലുള്ള പ്രണയം അവർ ഇത്രയും കാലം കൊണ്ടുപോയിരുന്നത്. പിന്നീട് 2026 തുടക്കത്തിൽ ചില അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചെറിയ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് അവർ നമ്മോട് തുറന്നു പറയുന്നത്. പിന്നീട് അവർ അതീവ രഹസ്യമായിട്ട് ഹൈദരാബാദിൽ വെച്ച് വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത്. പിന്നീട് അവരുടെ വാർത്ത അവർ തന്നെ വലിയ പബ്ലിസിറ്റി കൊടുത്ത് നമ്മളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റൂമേഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുൻപത്തെ പ്രണയ ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വെള്ളി നക്ഷത്രത്തിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ രശ്മിക മന്ദാനയുടെയും അതുപോലെ വിജയ് ദേവരകൊണ്ടയുടെയും മുൻപത്തെ പ്രണയ ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. മലയാളിയായിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ കല്യാണി പ്രിയദർശനെ പോലെയുള്ള ആളുകളൊക്കെ ഇവരുടെ വിവാഹവേദിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. അങ്ങനെ ഇവരുടെ വിവാഹത്തിന് ശേഷം ആരാധകർക്ക് വേണ്ടി നാട്ടിൽ ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആരാധകർക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്വന്തം നാട്ടിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹ ഒരു വാഗ്ദാനമായിട്ട് അവർ നൽകിയിരുന്നത് തങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പ് പഠിക്കാൻ വേണ്ട ആ സ്കോളർഷിപ്പ് നൽകാമെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം അവര് അല്ലു അർജുന്റെ വീട്ടിലായിരുന്നു അവർ ആദ്യമായിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവരുടെ വിവാഹ വസ്ത്രങ്ങൾ, വിവാഹ ഫോട്ടോസ്, അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു. എന്നാൽ ഇന്നിതാ അതിലും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിലും വലിയ രീതിയിലുള്ള ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് അവരെ കുറിച്ച് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. രാവിലെ തന്നെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ വലിയ രീതിയിൽ മനസ്സിന് സന്തോഷം തോന്നി. കാരണം ഇത്തരത്തിലൊക്കെ ആളുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ആളുകൾ നമ്മളോട് അവരുടെ സമീപനം മാറ്റുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നിയത്. കാര്യം ഇങ്ങനെയാണ്, വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹ വാർത്ത അറിഞ്ഞിട്ടുള്ള അവരുടെ ഒരു കുഞ്ഞ് ആരാധിക അവർക്കൊരു വീഡിയോ അയക്കുന്നു. അവർക്ക് വേണ്ടി അയച്ചതല്ല, അവരോട് വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുന്നു. അവളുടെ ഒരു പരാതിയാണ് ആ വീഡിയോയിലൂടെ അവള് വിജയ് ദേവരകൊണ്ടയോട് പറയാൻ ആഗ്രഹിച്ചത്. അവളുടെ പരാതി ഇങ്ങനെയാണ്: ഈ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള വിവാഹത്തിന് ആ കുഞ്ഞ് ആരാധികയെ അവർ വിളിച്ചിട്ടില്ല. അതിന്റെ പരിഭവമായിരുന്നു അവൾക്ക് പറയാനുള്ളത്. കാരണം അവൾക്ക് വിജയ് ദേവരകൊണ്ടയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വിജയ് ദേവരകൊണ്ട വിവാഹം ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ രീതിയിലുള്ള സങ്കടവുമുണ്ട്. അങ്ങനെ അവളുടെ സങ്കടം അവൾ എന്ത് ചെയ്തു, അവളുടെ ആ കുഞ്ഞു വീഡിയോയിലൂടെ കൂടിയിട്ട് വിജയ് ദേവരകൊണ്ടയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ആളുകൾ ഷെയർ ചെയ്തിട്ട് ആ വീഡിയോ ഒടുവിൽ എവിടെ എത്തുന്നു? വിജയ് ദേവരകൊണ്ടയുടെ കൈകളിൽ എത്തുന്നു. അങ്ങനെ വിജയ് ദേവരകൊണ്ട ഈ ഒരു വീഡിയോ കാണുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടി ഇങ്ങനെയാണ്: മോള് ഒട്ടും വിഷമിക്കേണ്ട, ചില തിരക്കുകൾ കൊണ്ടാണ് ഇത്തരത്തിൽ ആരാധകർ പല ആളുകളെയും വിട്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും മോളെ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താണോ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ഞാൻ കുക്ക് ചെയ്തിട്ട് മോൾക്ക് വിളമ്പി തരാം. എന്നിട്ട് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ വിജയ് ദേവരകൊണ്ട ഈ ഒരു വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഈ ഒരു മറുപടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അങ്ങോട്ട് വൈറലാക്കിയിരിക്കുകയാണ്. വളരെ രീതിയിലുള്ള വൈറലായിട്ടാണ് ഈ ഒരു വീഡിയോയും ഈ ഒരു കമന്റും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ്. എന്തു തന്നെയായിരുന്നാലും വിജയ് ദേവരകൊണ്ടയ്ക്കും അതുപോലെ തന്നെ രശ്മിക മന്ദാനയ്ക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.